കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി ദിവ്യ അധികാര കസേരയിലേക്ക് എത്തിയതിനു ശേഷം നടത്തിയ കൃത്രിമ ഇടപാടുകളെ സംബന്ധിക്കുന്ന നിർണായക വിവരം കൂടി ഗീത IASന്റെ ഫയൽ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. നിരവധിയായിട്ടുള്ള ക്വാറികൾക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് കോടികളാണ് അവർ സമ്പാദിച്ചത്, ബിനാമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന ആരോപണം ശക്തമായിരുന്നു. അത് കൃത്യമായി വിവരസഹിതം ഫയൽ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ളത് പുറത്ത് വരാൻ എന്തുകൊണ്ട് ഇത്ര താമസിക്കുന്നു എന്നത് സംശയജനകം തന്നെയാണ്. അതായത് ഗീത IASനെ എങ്ങനെയും തൽസ്ഥാനത്ത് നിന്ന് നീക്കുക എന്നുള്ള ശ്രമവുമായാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം തന്നെ ശ്രമിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ CPIM എത്രത്തോളം കിരാത നടപടികളാണ് നടത്തുന്നത് എന്നുള്ളത് പുതിയ കാര്യമല്ല. അതിനെതിരെയുള്ള ഒരു വലിയ നീക്കം ഇപ്പോൾ CPI നടത്തുകയാണ്. ജില്ലാ കളക്ടർ അരുൺ K. വിജയനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണം എന്ന് പറഞ്ഞുകൊണ്ട് CPIയുടെ സർവീസ് സംഘടന നടത്തുന്ന സമരം ഐതിഹാസികം തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല. മാത്രമല്ല, കണ്ണൂർ ജില്ലയിൽ CPIMനെ നഖശിഖാന്തം എതിർക്കുകയാണ് അവിടുത്തെ CPI നേതാക്കൾ ശ്രമിക്കാറുള്ളത്. അത് പലതോതിൽ പ്രകടമായിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ CPIM അംഗങ്ങളിൽ പലർക്കും അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിർണായകമായ പങ്കുണ്ട് എന്ന് CPI നേതാക്കൾ തന്നെ ആരോപിക്കുകയാണ്. അവിടുത്തെ ഖനന മാഫിയയുമായി വഴിവിട്ട ബന്ധമാണ് ദിവ്യ കാത്തു സൂക്ഷിച്ചിരുന്നത്. അതിൽ പല നേതാക്കളുമായി ഉന്നതമായ ബന്ധമുണ്ട്. ദിവ്യ അതിനുവേണ്ടി പ്രത്യേകം അക്കൗണ്ട് തന്നെ സൂക്ഷിച്ചിരുന്നു എന്ന ആരോപണം ശക്തമാവുകയാണ്. നവീൻ ബാബു ADM ആയിരിക്കെ എല്ലാ തരത്തിലും ദിവ്യയുടെ പ്രവർത്തികളെ തുടക്കം മുതലേ എതിർത്തിരുന്നു. അതിന് കളക്ടറുടെ എല്ലാ ശകാരത്തിനും പാത്രമാവുകയും ചെയ്തു. വാസ്തവത്തിൽ ചെങ്കീരിയെ വിളിച്ചു വരുന്ന ഒരു നാട്ടുനടപ്പ് കൃത്യമായും കാണാറുണ്ട്. അതുപോലെ കളക്ടറെ കൊണ്ട് ഒത്തില്ലെങ്കിൽ പി ദിവ്യയെ വരുത്തി അപമാനിച്ച് നവീൻ ബാബുവിനെ മാനസികമായി തകർക്കുക, അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുക, അദ്ദേഹത്തിനെ 2 ദിവസത്തിനകം കാണിച്ചു തരാം എന്ന് പറയുക. എന്താണ് കാണിച്ചു തരാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് ഇതുവരെയും ജനങ്ങൾക്ക് മനസ്സിലായിട്ടുമില്ല. എവിടെ വെച്ച് എന്ത് കാണിച്ചു കൊടുക്കും എന്നുള്ളതായിരുന്നു. അതിൻ്റെ എല്ലാം ഉത്തരമാണ് നവീൻ ബാബുവിൻ്റെ മരണം എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. പി ദിവ്യയുടെ അഴിമതി കേസും അവരുടെ പുറത്തറിയിക്കാൻ കൊള്ളാത്ത പല ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ജനങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം. ഒരു ഘട്ടത്തിലും അവരെ സംരക്ഷിക്കാൻ ഇനി MV ഗോവിന്ദന് കഴിയില്ല. MV ഗോവിന്ദൻ്റെ ഭാര്യ ശ്യാമള ആന്തൂർ നഗരസഭയുടെ ചെയർമാനായിരുന്നപ്പോൾ അവിടുത്തെ വ്യവസായിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യം ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല. അതൊരു ജനകീയ സമരമായി ഉയർത്തുന്നതിൽ പ്രതിപക്ഷം പരാജിതരായിരുന്നു. ഒരു കണക്കിന് അതുതന്നെയാണ് CPIMന് വീണ്ടും ഇത്തരത്തിലുള്ള ദുഷ്ടലാക്ക് നടത്താൻ വാക്കായത് എന്നാണ് കോൺഗ്രസ് കൃത്യമായി ആരോപിക്കുന്നത്. പി ദിവ്യയെ സംരക്ഷിച്ച് പിടിക്കുന്നത് P ശശി തന്നെയാണ്. P ശശിയുടെ കാമുകി എന്ന ആരോപണം അതിശക്തമായി ഉയർന്നിരുന്നു. പി ദിവ്യയുമായി P ശശിക്കുള്ള വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ചുള്ള അന്വേഷണവും നേരത്തെ വലിയ തോതിൽ ഉണ്ടായിരുന്നു. എന്നാൽ പോലീസ് പി ദിവ്യയെക്കുറിച്ച് ഈ രീതിയിലുള്ള മാനങ്ങളിലൊന്നും അന്വേഷണം നടത്തിയില്ല. കാരണം കണ്ണൂർ ലോബി പറയുന്നതിനപ്പുറത്തേക്ക് അവിടുത്തെ ജില്ലാ ഭരണകൂടമോ പോലീസോ അണുവിട അനങ്ങില്ല എന്നുള്ളത് വാസ്തവമായിരുന്നു താനും.